ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സാധാരണ പോലെ പാചകത്തിൻ്റെ വീഡിയോയായിട്ടല്ല, അടുക്കളയിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ നമുക്ക് എങ്ങനെ സംസ്കരിക്കാമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണിന്ന് ചെയ്യണത്. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഈ മാസം വേസ്റ്റ് ബിൻ വിതരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യണതെന്നും അതിനകത്ത് മാലിന്യങ്ങൾ എങ്ങനെയാണ് ഇടേണ്ടതെന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു വീഡിയോയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇതാണ് നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പാത്രങ്ങൾ. അപ്പോൾ ഇത് 4 ലിഡും 3 ബക്കറ്റുമായിട്ടുള്ളതാണ്. അത് എങ്ങനെയാണ് ഇതിൻ്റെ ഓരോന്നായിട്ടുള്ളത്. ഇതാണ് പാത്രം. ഇത് നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം തന്നെ ഇങ്ങനെ റൗണ്ടായിട്ടുള്ള ഈ ലിഡാണ് വെക്കേണ്ടത്. അത് ഇങ്ങനെ മറിച്ച് വെക്കണം. ഇങ്ങനെ വയ്ക്കുക, എന്നിട്ട് ഇതിങ്ങനെ ഉറപ്പിച്ച് വയ്ക്കുക. ഇതിങ്ങനെ ഇരുന്നോളൂ, ഇങ്ങനെ ഇങ്ങ് വെച്ചാൽ മതി. പിന്നെ അതിന് ശേഷം ഇങ്ങനെ ഈ വട്ടം കണ്ട ഈ 2 ഇതിങ്ങനെ ഉള്ള ആ ലിഡാണ് വെക്കേണ്ടത്. ഇങ്ങനെ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് അടുത്ത ബക്കറ്റ് വയ്ക്കുക. ഇനി അടുത്ത ലിഡാണ് വെക്കേണ്ടത്. പിന്നെ ഏറ്റവും മുകളിലായിട്ട് ഇങ്ങനെ ഈ പാത്രം ഇങ്ങനെ അങ്ങ് ഒതുക്കിയാൽ മതി. അപ്പോൾ ഉറച്ചിരുന്നുള്ളൂ അവിടെ. അപ്പോൾ ഏറ്റവും മുകളിൽ വെക്കേണ്ടത് ഈ അടപ്പോട് കൂടിയ പാത്രമാണ്. അപ്പോൾ ഇത് വെക്കാം. ഇനി ഇതിങ്ങനെ വയ്ക്കുക. പിന്നെ ഇതിങ്ങനെ അടച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മളിത് വേസ്റ്റ് ഇടുന്നതിൻ്റെ ഇത് കാണിച്ചു തരാം. എന്നിട്ട് നമുക്കത് അടച്ച് വയ്ക്കാം. ഇതാണ് നമ്മൾ ആദ്യം ഇതിൻ്റെ അകത്ത് ബക്കറ്റിൻ്റെ അകത്ത് ഇടേണ്ടത്. ഇത് ബാക്ടീരിയ അടങ്ങിയ ചകിരിച്ചോറാണ്. ഇതിന് ഇനോക്കുലം എന്നാണ് പറയുന്നത്. ഇത് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതാണത്. ഇത് 10 കിലോയുടെ ഒരു പാക്കറ്റാണ്. അത് ഈ ബക്കറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് തന്നേക്കണതാണ്. ഇത് നമുക്ക് വേസ്റ്റ് എന്തോരം ഉണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ചാണ് ഇത് ഇടേണ്ടത്. ഇതൊരു ലെയർ അങ്ങ് ഇട്ട് കൊടുക്കണം. അതിൻ്റെ ഈ മുകളിലത്തെ ഈ വക്കുണ്ടല്ലോ, അത്രയും വരെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഇടേണ്ടത് ഈ വേസ്റ്റ് എല്ലാം കൂടിയാണ്. നമ്മൾ അടുക്കളയിൽ ഉണ്ടാവുന്ന ഭക്ഷണത്തിൻ്റെ ബാക്കിയോ പച്ചക്കറിയുടെയോ ഉള്ളിത്തൊലി അങ്ങനെ മുട്ടത്തൊണ്ട ഇതെല്ലാം ഇടാം നമുക്കിതിനകത്തേക്ക്. അപ്പോൾ ഇത് നമ്മൾ അതാത് ദിവസത്തെയുള്ള വേസ്റ്റാണ് ഇടുന്നത്. ഇനി ഇതിൻ്റെ മീതെ ഇനോക്കുലം കുറച്ചും കൂടെ വിതറി ഇടണം. അതിൻ്റെ മുകളിൽ നല്ലോണം ഇടണം. പിന്നെ വേസ്റ്റ് ഇടുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം എന്നാ വെച്ചാൽ ഒട്ടും ജലാംശം ഉണ്ടാവരുത്. അപ്പോൾ ജലാംശം ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ പുഴുവും അങ്ങനെയുള്ളതൊക്കെ വരും. അപ്പോൾ വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ചെയ്യണത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു അരിപ്പപാത്രമുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ വേസ്റ്റൊക്കെ വാരി വെക്കും. വാരി വെച്ച് കഴിയുമ്പോൾ അതിനകത്തു നിന്നുള്ള ജലാംശമൊക്കെ ഊർന്ന് പോയി കഴിയും. എന്നിട്ടാണ് ഇതിലേക്ക് ഇടാവുള്ളൂ. ഇനി നമുക്കിത് അടച്ച് വെക്കാം. നല്ലോണം മുറുകിയിരുന്നുള്ളൂ. ഇതിൻ്റെ മുകളിൽ ഇതും അങ്ങ് ഇട്ടാർന്നാൽ മതി. ഈ ബക്കറ്റിൽ എല്ലാത്തിനും കുറേ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇട്ട് കൊടുത്തതന്നെ അല്ല കേട്ടോ. ഇതിങ്ങനെ മേടിക്കുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ ഉള്ളതാണ്. അപ്പോൾ അത് ശരിക്കും എയർ സർക്കുലേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും അടിയിൽ നമ്മളിങ്ങനെയൊക്കെ വയ്ക്കുമ്പോൾ ഉറുമ്പ് ശല്യം ഒക്കെ ഉണ്ടാവുമെന്നൊരു സംശയം എല്ലാവർക്കും തോന്നും. അപ്പോൾ അതിനായിട്ട് ഈ തട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ച് കുറേ ദിവസമൊക്കെ വെച്ചേക്കുമ്പോൾ അതും സ്വാഭാവികമായിട്ട് സംശയം തോന്നാം, കൊതുക് വരില്ലെന്ന്. കൊതുക് വരുമൊക്കെ ആണെങ്കിൽ അന്നേരം നമ്മളൊരു 2 തുള്ളി മണ്ണെണ്ണയോ എന്തെങ്കിലും അതിനകത്ത് ഒഴിച്ചു കൊടുത്താർന്നാൽ മതി. അപ്പോൾ കൊതുകൊന്നും ഉണ്ടാവില്ല. ഈ ബക്കറ്റ് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഈ ബക്കറ്റ് എടുത്ത് മാറ്റിയിട്ട് ഏറ്റവും അടിയിലത്തെ തട്ടിൽ വെക്കണം. അത്
എന്നിട്ട് ഈ അടപ്പ് തുറന്നെടുക്കണം. എന്നിട്ട് ഏറ്റവും അടിയിൽ നമ്മൾ ആ വേസ്റ്റുള്ള പാത്രം വെച്ചു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ബക്കറ്റ് ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. അതുപോലെ ഏറ്റവും മുകളിൽ വന്ന ബക്കറ്റിൽ എന്നിട്ട് വേസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. അത് കഴിഞ്ഞാൽ അത് നിറയുമ്പോൾ ഇപ്പോൾ ആദ്യം കാണിച്ച മാതിരി തന്നെ അടിയിലേക്ക് ആക്കി കൊടുക്കുക. പിന്നെ അപ്പോൾ ഇത് 3 ബക്കറ്റ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു സംശയമാവും. അപ്പോൾ ഏറ്റവും അടിയിൽ ഇരിക്കണ ബക്കറ്റിൽ വേസ്റ്റ് നമുക്ക് ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ഉപയോഗിക്കാനുള്ള ഇതായിട്ടുണ്ടാവും അപ്പോഴത്തേക്കും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് അത് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ട് വീണ്ടും ഉപയോഗിച്ച് തുടങ്ങണം. ഒരു 4 പേരടങ്ങുന്ന കുടുംബത്തിലാണെങ്കിൽ ഏതാണ്ട് 20 ദിവസം കൊണ്ട് ഒരു പാത്രം നിറഞ്ഞു കിട്ടും. അപ്പോൾ ഒരു 60 ദിവസം കൊണ്ട് നമുക്ക് ഈ ബക്കറ്റ് 3 നിറഞ്ഞു കിട്ടും. അപ്പോൾ പിന്നെ വീണ്ടും അത് ഉപയോഗിച്ച് തുടങ്ങാം. പിന്നെ ഒരു പ്രത്യേക കാര്യം എന്നാന്ന് വെച്ചാൽ ഈ ബിന്നൊരിക്കലും വെയിലത്ത് വെക്കരുത്. അതുപോലെ തന്നെ വേസ്റ്റ് ഇടാൻ നേരത്ത് പലപ്പോഴായിട്ട് ഇടരുത്. ഒന്നിച്ച് ശേഖരിച്ച് വെച്ചിട്ട് അത് ഒറ്റ പ്രാവശ്യമായിട്ട് ഇടുക. അത് വൈകുന്നേരം ഇടുകയായിരിക്കും ഏറ്റവും നല്ലത്. സൂര്യപ്രകാശം നേരിട്ട് അടിക്കാതിരിക്കണോടത്ത് ഈ ബിൻ വെക്കണം. മഴവെള്ളം ചാടരുത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മളൊക്കെ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ഈ വേസ്റ്റ് എവിടെ കൊണ്ടുവന്നാൽ കളയണേന്ന് ഓർത്ത്. വഴിയരികൂടിയൊക്കെ ഇങ്ങനെ കിടക്കണത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ നല്ലൊരു പരിഹാരമാണ് ഈ വേസ്റ്റ് ബിൻ. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.